ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ സന്ദർഭത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 2 വർഷം തികയുന്നു. ജീവ നിർവ 3-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 104ഓളം വീഡിയോ ചെയ്ത് കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ദയയും വിശ്വസ്തയും അനുഭവിച്ചറിയുവാൻ കർത്താവിടെയാക്കി. ഇത്രയും വീഡിയോ ചെയ്യുമെന്നോ ഇത്രയും എനിക്ക് ആരോഗ്യം കിട്ടുമെന്നോ ഞാൻ വിചാരിച്ചതല്ല. വളരെ വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്നതായിരുന്നു. എങ്കിലും സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന് സംസാരശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ട് പറയുന്നത് വ്യക്തമല്ലാതിരുന്ന കാലത്തിന് ശേഷമാണ് ഇത് തുടങ്ങുവാൻ്റെയായത്. അതിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എൻ്റെ സ്വന്തം കഴിവിലല്ല, വാക്കുകൾ തരുന്നത് ദൈവമാണെന്നും ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചാരുവാനും കർത്താവിടെയാക്കി. ഈ ശുശ്രൂഷയിൽ എന്നെ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന 2-3 സഹോദരന്മാരോട് എനിക്ക് വളരെ കടപ്പാടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അയിത്ത ആണ് ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ഞാനൊരു ഒന്നും പ്രതിഫലം കൊടുക്കുന്നില്ല, എന്നോട് വാങ്ങിക്കുകയുമില്ല. എങ്കിലും വളരെ ആത്മാർത്ഥമായി ആ എഡിറ്റിങ്ങിൽ അജിത്ത് സഹായിക്കുന്നു. മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത് 3 പേരാണ് മാറി. ചില സമയത്ത് സൗകര്യമനുസരിച്ച് മനോഹ, അവൻ്റെ സഹോദരൻ മിഹായ, അവരെ അനുജൻ ജോൺ ബെനിൻ, ഈ 3 പേരിൽ ആരെങ്കിലും ചിലപ്പോൾ ഒരാൾ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും. അവരും വളരെ ഉത്സാഹത്തോടെ കൃത്യസമയത്ത് അത് ഞാൻ അറിയാതെ തന്നെ അവർ ചെയ്തിരിക്കും. ഈ നല്ല സഹോദരന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ അവരോടുള്ള നന്ദിയെ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. കർത്താവ് സമയം തരുന്ന, ബലം തരുന്നിടത്തോളം, ദൈവം ആവശ്യമായ ആലോചന തരുന്നിടത്തോളം ഈ ശുശ്രൂഷ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. എത്ര നാൾ ദൈവം അനുവദിക്കുന്നോ അത്രനാളും പത്യോപദേശവും സത്യവചനവും മാത്രം പ്രസംഗിച്ച് ദൈവത്തിൽ നിന്ന് പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ അധികം ആരും കാണാറില്ല. എനിക്കതിൽ കുണ്ഠിതവുമില്ല. കാരണം ഇന്നത്തെ സ്റ്റൈലിന് വ്യത്യാസമാണെന്ന് എനിക്ക് തന്നെ അറിയാം. മാത്രമല്ല, ഞാനിത് തുടങ്ങിയപ്പോൾ പലരും എന്നോട് ചോദിച്ചത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരു പണിയായല്ലോ എന്നായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് ഞാൻ പലരോടും പറഞ്ഞത് എനിക്കിപ്പോൾ അതിന് സബ്സ്ക്രൈബേഴ്സ് ആകത്തില്ല, എനിക്ക് പ്രതീക്ഷയുമില്ല. 10,000-കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും ഇതിൽ നിന്ന് 10 പൈസ ആദായം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സൗജന്യമായി ലഭിച്ചു, ഞാൻ സൗജന്യമായി വിതരണം ചെയ്യുന്നു. കാരണം കർത്താവ് എനിക്ക് എന്ന ആലോചനകൾ ഞാൻ ഭൂമിയിൽ നിന്ന് പോയാൽ ആർക്കും പ്രയോജനമില്ലാതെ പോകും. എന്നാൽ ഈ യൂട്യൂബിലോ മറ്റോ ഒക്കെ ആകുമ്പോൾ ഈ മാധ്യമങ്ങൾ ഇത് സ്ഥിരമായി കിടക്കുമല്ലോ. ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് കേട്ട് ഒരാൾക്ക് ആശ്വാസം കിട്ടിയാൽ, അല്ലെങ്കിൽ 10 പേർക്ക് അതുപോലെ ആശ്വാസം കിട്ടിയാൽ എത്ര നല്ലതാണ്. അതുകൊണ്ട് ആ വിധത്തിൽ ഇത് പ്രയോജനപ്പെട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വേറെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ശുശ്രൂഷ മൂലം എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നല്ല സ്നേഹിതരെ കിട്ടുവാൻ്റെയായി. എനിക്കറിവില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത ചിലരെ ഇത് എൻ്റെ പ്രസംഗം കേട്ട് പിന്നീട് എന്നെ അന്വേഷിച്ച് ഈ നമ്പറിൽ വിളിക്കുകയും അവരെ കാണുകയും അവരുമായി ബന്ധപ്പെടുകയും ആ ബന്ധം നിലനിർത്തുകയും അവർ എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയായി അത് അനുഭവപ്പെടുന്നു. ആകയാൽ കർത്താവിൻ്റെ കരങ്ങൾ ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഇതെനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, വചനം കർത്താവിൻ്റെ, അതിന് നാലോന്ന് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പിന്നെ കൈകാര്യം ചെയ്യുന്നത് ദൈവനാമമഹത്വത്തിനായി. ആകയാൽ സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. എനിക്ക് സഹായികളായി തീർന്ന സഹോദരന്മാർക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലുമായി വർദ്ധിച്ചു വന്നിട്ട്
നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന ആണ് നാം ഇവിടെ വായിച്ചത്. ഫിലിപ്പിയിലെ സഭയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും അവൻ്റെ 2 പ്രാർത്ഥനയാണ്. 1-ാം അധ്യായത്തിൽ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്തൊക്കെ അവർക്ക് ലഭ്യമാകും, എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് അവിടെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ഈസ് പ്രേയിങ് ഫോർ എനേബിൾമെൻറ്റ്, അവരുടെ ശാക്തീകരണത്തിനായി പ്രാപ്തരായി, മാത്രമല്ല അതുമൂലം അവർക്ക് എന്തെല്ലാം ലഭിക്കുന്നു എന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വളരെ സവിസ്തരമായ, വളരെ ആത്മീയ മർമ്മങ്ങൾ നിറഞ്ഞ ഒരു പ്രാർത്ഥന കാണാം. ഈ ഫിലിപ്പിയ ലേഖനത്തിലും അതേപോലെ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിലെല്ലാം ആരംഭ ഭാഗത്ത് അവർക്ക് വേണ്ടി ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. നമുക്കതെല്ലാം ഇപ്പോൾ ചിന്തിപ്പാൻ സമയമില്ല. കർത്താവ് അനുഭവിച്ചാൽ പൗലോസിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് ദൈവം ബലം തരുന്നെങ്കിൽ, സമയം തരുന്നെങ്കിൽ പിന്നാലെ ചിന്തിക്കാം. ഇന്ന് ഈ ഭാഗത്ത് മാത്രം ഒരു ചിന്ത ദൈവാത്മാവ് തന്നത് നാളുകളായി എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അതൊന്ന് പങ്കുവെക്കാനാണ് ഇത് വായിച്ചത്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ, അപ്പോൾ സ്നേഹം വർദ്ധിക്കണം. സ്നേഹം വർദ്ധിച്ചിട്ട് എന്തുണ്ടാകണം? പരിജ്ഞാനത്തിൽ വളരണം, സകല വേഗത്തിലും വർദ്ധിക്കണം. അപ്പോൾ ഈ 3 കാര്യം വർദ്ധിക്കണം. വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായി തീരണം. എന്നിട്ട് അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരാകണം, ഇടർച്ചയില്ലാത്തവരാകണം. മാത്രമല്ല, ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്നും പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയിലെ സഭയ്ക്ക് വേണ്ടി എത്ര അർത്ഥവത്തായിട്ടാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് കാണാം. ഇതിൽ ഞാൻ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽപ്പാൻ ഇപ്പോൾ ശരണപ്പെടുന്നു. എന്താണ്? നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും. ഡിസേണിങ് പവർ അല്ലെങ്കിൽ വിവേചനാശക്തി, നിങ്ങൾ വിവേചിപ്പാൻ കഴിയുള്ളവരാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു ശിശു അവൻ്റെ ശൈശവത്തിൽ ഒരു കാര്യം എന്ത് കണ്ടാലും എല്ലാം പുള്ളിക്ക് ഒരുപോലെയുള്ളൂ. എന്നാൽ വളരും തോറും അവന് പല മാറ്റങ്ങൾ വരും. 5 വയസ്സാകുമ്പോൾ ഉള്ള സ്ഥിതി നിന്നല്ല 10 വയസ്സാകുമ്പോൾ, 10 ആകുമ്പോഴുള്ള അവസ്ഥയിലല്ല 15 വയസ്സാകുമ്പോൾ, വിവിധ നിലകളിൽ വളർച്ച പ്രാപിക്കും തോറും ബുദ്ധിപരമായി അവൻ വളരുന്നു. തെറ്റും ശരിയും തിരിച്ചറിയുക മാത്രമല്ല, സകലതിനെയും നിറം തിരിച്ചറിയാൻ കഴിയുന്നു. പിന്നെ സമയം തിരിച്ചറിയാൻ കഴിയുന്നു, സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു, വിഷയങ്ങൾ ഗൗരവമായതും സില്ലിയുമായി നിസ്സാരവുമായിട്ടുള്ള വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ പ്രാപ്തരാകണം. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞത്? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വിവേചനാശക്തി വേണം? വിവേചനാശക്തി ഇല്ലെങ്കിൽ എന്തു പറ്റും? കർത്തൃമേശയുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, 29-ാം വാക്യം, ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ തനിക്ക് തന്നെ ശിശാവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ചിലത് കർത്താവിൻ്റെ ശരീരത്തെ എന്നും പറയാറുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ശോധന ചെയ്തിട്ട് വേണം അപ്പത്തിൻ്റെയും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാൻ. അപ്പം അവിടെ പറയുന്നത് ശരീരത്തെ വിവേചിക്കണം. മനുഷ്യന് ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിവേചനാശക്തി. പിന്നെ എന്തുകൊണ്ട്? 1-2 വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്,
എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അതേ ലേഖനത്തിൻ്റെ 10-23 വാക്യം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. അപ്പോൾ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ കാണുന്ന അപകടകരമായ ഒരു സ്ഥിതി വിശേഷത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഭേദാഭേദങ്ങളെ വിവേചിക്കുക, ഡിസേൺ ചെയ്യുക, തിരിച്ചറിയുക, അതിനുള്ള ശക്തി, അതിനുള്ള കഴിവ് ദൈവത്തിന് വേണം. എന്നാൽ ഇന്നോ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. 6:12 6:12 10:23 അപ്പോസ്തലൻ പറയുന്നത് നോക്കുക. എനിക്കെല്ലാം ചെയ്യാം, എനിക്ക് എങ്ങനെയും നടക്കാം, മറ്റുള്ളവർ കാണിക്കുന്ന എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല, എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം. അപ്പോസ്തലൻ പറയുന്നു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും കർത്തവ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നിനും അടിമയാകത്തില്ല. വീണ്ടും 10-ാമത്തേലുള്ള എല്ലാത്തിനും കഴിവ്, എനിക്കെല്ലാം ചെയ്യാം, എന്നെ കൈക്ക് പിടിക്കാൻ ആരുമില്ല, പക്ഷേ അതെല്ലാം പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്തും ചെയ്യാം, പക്ഷേ അതെല്ലാം ആത്മീയ വർധന വരുത്തുന്നില്ല. മാത്രമല്ല 1 കൊരിന്ത്യർ 8-ാം 9-12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വേറൊരു കാര്യം കൂടെ കാണാം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും ഇഴച്ച ആയി വരാതിരിപ്പാൻ നോക്കുവീൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ ഭക്ഷിപ്പാൻ തക്കവണ്ണം പ്രേരിപ്പിക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു പോകോ? ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിൻ്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. അപ്പോൾ ഇതാ പ്രശ്നം. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ 10-ാമത്തെ 10-ാമത്തെ പൗലോസ് പറഞ്ഞത്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പോൾ ചില പ്രധാനപ്പെട്ട ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് കാണാം. വിശ്വാസിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ 8-ാമത്തെ ബലഹീന സൗഹൃദമെന്നും ഇവിടെ 10-ാമത്തെ മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കണം എന്നും കാണാം. അപ്പോഴേ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഇടച്ചയോ അവരെ പിന്മാറ്റത്തിലേക്കോ തളർച്ചയിലേക്കോ നടത്തുന്നതോ ആയാൽ നാം പാപം ചെയ്യുകയാണെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. 1 കൊരിന്ത്യർ 8-ാം തെളിച്ചു പറയുന്നു. അപ്പോൾ നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അടിക്കടി പറയുന്ന വേറൊരു പ്രയോഗമുണ്ട്, ശേഷം മനുഷ്യർ. വിശ്വാസികളും ശേഷം മനുഷ്യരും നാം അവരെ പോലെ ആയിരുന്നു, എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ വ്യത്യസ്തരായി. കുറുക്കൻ ചായം കലക്കിയ വെള്ളത്തിൽ ചാടി അങ്ങനെ ഒരു ഭാവം വന്നതല്ലല്ലോ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. പണ്ട് മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചാത്തി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം പുതിയ സൃഷ്ടി. നമുക്ക് വളരെ മാറ്റമുണ്ട്. പലപ്പോഴും ഞാൻ ഈ പഴയ നിയമം വായിക്കുമ്പോൾ യഹോശാഫാത്തിനെ ഓർമ്മ വരും. കാരണം ആബ് അവനോട് സംസാരിച്ചപ്പോഴൊക്കെ എൻ്റെ കൂടെ വരും, എന്നാ ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരു വ്യത്യാസവുമില്ല. ആബ് വിഗ്രഹാരാധി, ബാലിൻ്റെ സേവകൻ, യഹോശാഫാത്ത് യഹോവയുടെ ദാസൻ എന്ന് പറയുന്നു. പക്ഷേ യഹോശാഫാത്ത് പറഞ്ഞു, ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല. ഇതുപോലല്ലേ ഇന്നും നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൺവെൻഷനുകൾ, നമ്മുടെ കൂടിവരവുകൾ ജഡത്തിൻ്റെ പ്രദർശനശാലയല്ലാതെ ദൈവനാമത്തിൻ്റെ മഹത്വമായി മാറുന്നോ? സ്വയത്തിൻ്റെ പ്രദർശനശാല,
സ്വയത്തെ വെളിപ്പെടുത്തുന്ന, സ്വന്തം താല്പര്യത്തെ വെളിപ്പെടുത്തുന്ന സ്ഥലമായി മാറുന്നു. അതല്ലേ സത്യം. ഇന്നത്തെ സ്റ്റേജുകൾ സ്വയപ്രശംസയ്ക്ക്, സ്വയപുകഴ്ചയ്ക്ക്, ആത്മപ്രശംസ, ഗർവാണം വിടുന്ന കണ്ടാൽ, അഭിനയ പ്രകടനങ്ങൾ, പൊള്ളയായ വാക്കുകൾ, ഇതല്ലേ നാം കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ദുഃഖകരമായ പ്രവണതയിലേക്ക് കാണുന്നത്. വളരെ അങ്ങേയറ്റം ദുഃഖകരം. മാത്രമല്ല, എന്ത് കാണിച്ചാലും ആ ദൈവനാമ മഹത്വത്തിനാണെന്നാണ് പറയുന്നത്. നമ്മൾ കാണിക്കുന്ന ഒന്നിലും ദൈവം മഹത്വപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. നാം എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ട് വിവേചിപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് വിവേചിപ്പാൻ നമുക്ക് കഴിയുന്നില്ല? 1 അധ്യായത്തിൽ അതിൻ്റെ 15 വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. ഡിസേൺ മൈ വേർഡ്സ്. എൻ്റെ വാക്കുകളെ വിവേചിക്കുക. വിവേചിക്കണമെങ്കിൽ വിവേകികൾക്കേ സാധിക്കത്തുള്ളൂ. പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് വിവേചിക്കണമെന്ന് പറയുന്നു. അതിന് മുൻപ് ചില കാര്യങ്ങൾ അവരിൽ ഉണ്ടാകണം. ഒന്ന്, അവരുടെ സ്നേഹം വർദ്ധിക്കണം. അവിടെ മാനുഷിക സ്നേഹമല്ലല്ലോ, ദൈവസ്നേഹം വർദ്ധിക്കണം. 2, അത് മേൽക്കുമേലുണ്ടാകണം, പരിജ്ഞാനത്തിലും. അപ്പോൾ പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം. പരിജ്ഞാനം പരിചയത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഓരോ നാളും കർത്താവുമായിട്ടും വിശുദ്ധന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് മാത്രമേ അതുണ്ടാകത്തുള്ളൂ. അത് മാത്രമല്ല, സകല വിവേകത്തിലും. യോബ് പറഞ്ഞായിരുന്നു, കർത്താവിനുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകുന്നത് നടക്കുന്നത് തന്നെ വിവേകം. വിവേചിച്ചറിയാനുള്ള വിവേകം, അല്ലെങ്കിൽ വേർതിരിച്ച് ഏതാണ് ശരിയായത്, ആരെന്ത് പറഞ്ഞാലും അത് വിഴുങ്ങുന്ന സ്വഭാവമല്ലേ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ. തമിഴിൽ ഒരു ചൊല്ലിങ്ങനുണ്ട്, എമ്മതവും സമ്മതം. അതുപോലല്ലേ ഇന്ന് എന്ത് പറഞ്ഞാലും സാരമില്ല, എന്ത് പറഞ്ഞാലും സമ്മതം. മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, എന്നാലും പറയട്ടെ. ഇന്നത്തെ സ്റ്റേജുകളിൽ കടന്ന് ആക്രോശം നടത്തുന്ന ഈ ആളുകളെല്ലാം ആത്മീയ സ്റ്റേജുകളിൽ, പൊതുരംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തോ എനിക്ക് വിഷയമല്ല, ആത്മീയ രംഗത്ത് കിടന്ന് പ്രസംഗിക്കുന്നവരോ പാടുന്നവരോ ആണെന്നിരിക്കട്ടെ, ആക്രോശം നടത്തുന്ന ആളുകൾ എല്ലാവരും ദൈവാത്മാവിലല്ല സംസാരിക്കുന്നത്. ദൈവാത്മാവിൽ സംസാരിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും ആത്മാവിലല്ല പാടുന്നത്. എല്ലാവരും ദൈവാത്മാവിലല്ല മറ്റു പലതും കാട്ടിക്കൂട്ടുന്നത്. ദൈവവചനം ഉദ്ധരിച്ചേക്കും, മേമ്പൊടിക്ക് ദൈവവചനം കാണും. പക്ഷേ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ പിശാചിന് ഇടം കൊടുക്കുന്ന രീതിയാണ് ഇന്ന് കാണുന്നത്. ജഡത്തിൻ്റെ അതിപ്രസരം, സ്വയത്തിൻ്റെ അതിപ്രസരം, മനുഷ്യനെ പോഴ്ത്തുന്ന മനുഷ്യ പ്രശംസയുടെ അതിപ്രസരം. കർത്താവിൻ്റെ ഒന്നും ഒരു സ്ഥാനവുമില്ല. അവൻ്റെ പേര് പറയും, പക്ഷേ ഒരു സ്ഥാനവുമില്ല. ഇതെല്ലാം കേട്ട് കുറേ ശബ്ദഘോഷം ഉണ്ടാക്കി ആളുകൾ ആത്മാവിൽ ദുഃഖിതരായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഒന്നും വിവേചിക്കാൻ കഴിയുന്നില്ല. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയെക്കുറിച്ച് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ 2 അധ്യായത്തിൽ എഫെസോസ് സഭയുടെ അവസ്ഥ. അവർക്ക് 2 അധ്യായം 2 വാക്യം, കൊള്ളരുതാത്തവരെ അവർക്ക് സഹിക്കത്തില്ല. അപ്പോൾ കൊള്ളരുതാത്തവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നോക്കണം. അവർക്കും ഒരു കുറവുണ്ട്. പക്ഷേ അപ്പോസ്തലത്വം പറഞ്ഞു വന്ന എല്ലാവരും അപ്പോസ്തലനല്ല, കള്ളയപ്പോസ്തലന്മാരാണെന്ന് അവർ പരീക്ഷിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ അവർ വിവേചിച്ചറിഞ്ഞു. നമുക്ക് സാധിക്കുന്നുണ്ടോ? എനിക്കെൻ്റെ അറിവില്ലായ്മയിൽ, സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചു പറയാം. അറിവില്ലായ്മയിൽ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒത്തിരി അബദ്ധങ്ങൾ. പ്രയോജനമെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഞാനങ്ങ് കവിണ് വീഴുമായിരുന്നു. ഒത്തിരി നോട്ട്ബുക്കിൽ കുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല, ഒന്നും. പക്ഷേ പ്രവാചകന്മാരെനിക്ക് വിശ്വാസമുണ്ട്, അത് സത്യമായതുകൊണ്ട്. പക്ഷേ ഇന്ന് പിന്നെ ഈ തൊഴിലുകൊണ്ട് നടക്കുന്ന എല്ലാ പുള്ളികളും
ആത്മാവിലല്ല. തെസ്സലോനിക്ക വിശ്വാസികളോട് പറഞ്ഞു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഇന്നോ മാത്രമല്ല വേറൊരു വലിയ അപകടമുള്ളത്, ആരെന്ത് കോപ്രായം കാണിച്ചാലും ആമീൻ, അത് ദൈവാത്മാവില്ല, നമ്മൾ വിമർശിക്കാനാരാ? വേണ്ട. ഗലാത്യർ 2-ാം അധ്യായത്തിൽ പ്രധാന അപ്പോസ്തലനായ പത്രോസ് കാണിച്ച ഒരു ഇന്നത്തെ കാലത്ത് നിസ്സാരം ഒന്നുമില്ല ഒരു കാപട്യം പൗലോസ് മുഖത്ത് നോക്കി എതിർത്തുന്നു. അയ്യോ, പ്രധാന അപ്പോസ്തലനെ ചോദ്യം ചെയ്യാനോ? പൗലോസ് ഒരു ഭയവും കാണിച്ചില്ല. അത് പത്രോസിന്റെ കാപട്യത്തെ മുഖാമുഖം എതിർത്ത് നൽകാൻ പൗലോസ് ധൈര്യം കാണിച്ചു. പത്രോസിന് വേണേ ചോദിക്കാം, ഞാൻ യേശുവിൻ്റെ കൂടെ നടന്ന പ്രധാന ശിഷ്യനാണ്, നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? ചെയ്തില്ലല്ലോ. ഇന്നോ ഈ അടുത്ത സമയത്ത് 1-2 മാസം മുൻപ് എൻ്റെ ദുഃഖകരമായ ദൃശ്യത്തിനെ വീഡിയോ കണ്ടു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ ധാരാളം എഴുതുകയുണ്ടായി. സെക്കുലർ മീഡിയ, പലരും യൂട്യൂബേഴ്സ് അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിൽ വിശ്വാസികളെ അതിൻ്റെ പേരിൽ ദൈവത്തെ നിന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താ കാരണം? ഒരു വയോവൃത്തൻ പരമേശ എന്ന് പറഞ്ഞ പാട്ടും പാടിക്കിടന്ന് കൂത്താർന്ന് കണ്ടു. അതിനെ പലരും ന്യായീകരണം കണ്ടത് ദാവീദ് നൃത്തം ചെയ്തില്ലയോ? പിന്നെന്താ ദാവീദ് നൃത്തം ചെയ്യുക മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തു. അതിനെ എന്താ അഡോപ്റ്റ് ചെയ്യാത്തത്? ദാവീദ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അനവധി യുദ്ധങ്ങൾ നടത്തി അനവധി പണം സമ്പാദിച്ചു. കണ്ടമാനം കൊള്ള ദാവീദിന് കിട്ടി. അത് എന്തിനാ വിനിയോഗിച്ചേ? അത് മിണ്ടത്തില്ല. അത് നമ്മൾ എടുക്കുന്നത് ദാവീദ് അത് കൂത്താടിയെ മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മുടെ കൂത്താട്ടത്തിന് മറന്നിരിക്കുന്ന പലതും നാം എടുക്കും. എന്നിട്ട് അത് സാരമില്ല, വിശുദ്ധന്മാരല്ലേ ചെയ്യുന്നേ, അവർക്ക് എന്തും ചെയ്യാം. ഇല്ല, എന്തും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ കാണുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് ശിംശോനെയാണ്. അതിനെക്കുറിച്ച് വേണേൽ ഒരു 2-3 വാക്കുകൾ ഞാൻ പറയാം. ഈ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞല്ലോ, ക്രിസ്ത്യ ജീവിതത്തിൽ 55 വർഷത്തിൻ്റെ അനുഭവം ഇപ്പോൾ കൃപയാൽ എനിക്ക് എടുക്കുന്നുമില്ല. അതിനു മുൻപ് എനിക്ക് 6.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തിൽ വന്നതാണ്. അന്ന് ഈ വേർപെട്ട കൂട്ടത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ 60കളുടെ ആരംഭത്തിൽ വേർപെട്ട കൂട്ടത്തിൻ്റെ ആരാധനയും രീതിയും ഒക്കെ ഞാൻ കണ്ടതാണ്. വിശുദ്ധന്മാർ, ഭക്തന്മാരായ ദൈവജനം ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതുവരെ എനിക്ക് ആരാധിക്കാൻ പറ്റിയിട്ടില്ല. അവർ ആത്മാവിൽ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാകിയാൽ അവർ സുബോധത്തോടെ ദൈവാത്മാവ് നടത്തുന്ന പോലെ ഒരു ആത്മാവിന് വഴിപ്പെട്ട് ആരാധിച്ചു. മാത്രമല്ല, അന്നേരത്ത് ആ സമയത്തൊക്കെ ആരാധനകൾ നിർത്താൻ പറ്റത്തില്ല, മണിക്കൂറുകൾ നീളും. 4 മണി വരെയൊക്കെ സ്വഭാവം നീണ്ടുപോയ സന്ദർഭങ്ങളുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ. ഒരു അത്യാവശ്യം വ്യാപരിക്കുന്ന, ഞാൻ ആ സമയത്ത് നോക്കി നിന്നിട്ടുണ്ട് ഭക്തന്മാരെ. ഇപ്പോഴെനിക്കതിൻ്റെ വില മനസ്സിലാകുന്നു. അന്ന് എനിക്കറിയത്തില്ല. നോക്കി നിന്നിട്ടുണ്ട്. ദൈവോദ്ദേശം നിറഞ്ഞ് അവർ സന്തോഷിക്കുന്നത് കണ്ട് ആ രംഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആകുന്നത്. കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഇന്നും തരണമേ എന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അത് ദൈവനെ ഒന്നിച്ച ഒരാളിങ്ങോട്ട് വന്ന് സ്റ്റേജിൽ കയറി ഞാൻ ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പെർഫോമൻസാണ്. മറ്റുള്ളവർ കാണികളും അതിനെ ആത്മീയം എന്ന് പറയാൻ ഒക്കെയില്ല. എന്ത് പേരും പറഞ്ഞാലും ആത്മീയം എന്ന് പറയാൻ സാധ്യമല്ല. എനിക്കിതിൽ ഓർമ്മ വരുന്നത് ശിംശോനെയാണ്. ഒരു കാലത്ത് ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്ന ശിംശോൻ പിൽക്കാലത്ത് ഫിലിസ്തീന്റെ മുൻപിൽ കളിക്കുന്ന രംഗമുണ്ടായി. എന്തുകൊണ്ട്? അവൻ്റെ കണ്ണുപോയി. നമ്മുടെ ആത്മീയ പ്രകാശം നഷ്ടപ്പെട്ടാൽ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറയുമ്പോൾ നാം പല കരവിരുതും എടുക്കും. കാരണം ഒറിജിനൽ ചോർന്നുപോയി എന്ന് പറയുന്ന അന്യഭാഷയെല്ലാം 1971 ജൂൺ മാസം 15-ാം തീയതി പരിശുദ്ധാത്മ സ്നാനം ഞാൻ പ്രാപിച്ചതാണ്.
ലോകം മുഴുവൻ അത് തെറ്റാണെന്ന് പറഞ്ഞാലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാവ് നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തെറ്റാണെന്ന് പറയാനൊക്കുകയില്ല. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതിന് കാരണവും ഈ അഭിഷേകമാണ്. എന്നാൽ ഞാനും അന്യഭാഷ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേജിൽ കിടന്ന് ആടാനല്ല. കുറേ പാട്ട് ഒന്ന് പാടി, അത് കഴിഞ്ഞ് ഒരു പാട്ട് പാടി ആരാധന പറഞ്ഞാൽ ഒരു പാട്ട് പാടി, അത് കഴിഞ്ഞേച്ച് പെട്ടെന്ന് വേറൊരു ട്യൂണിലോട് ചാടി, പെട്ടെന്ന് വേറൊന്നിലോട് ചാടി, എന്തിനു പറയുന്ന ഒരു മണിക്കൂർ കൊണ്ട് ചാടി ഇല്ല അണ്ണാ മരത്തെ ചാടുന്നത് പോലെ തന്നെ കുരങ്ങൻ മരം ചാടുന്ന പോലെ ചാടി പാട്ടാ. അതിനനുസരിച്ച് വാദ്യോപകരണങ്ങൾ അടിച്ചു ഫലിപ്പിക്കുന്നു. അപ്പോഴേക്ക് അന്തരീക്ഷം ഭയങ്കരമായി. തേജസ് ഇറങ്ങി. ഇല്ല പ്രിയമുള്ളവരെ, തേജസ് ഇറങ്ങിയില്ല. അത് തേജസ് അല്ല. അപ്പോഴേക്ക് പാട്ടുകാരൻ ആഴ്ച മുഴങ്കാലം ഇരിക്കാത്തവനാ. എന്നാലും അവൻ്റെ വായിന്ന് അന്യ ഭാഷ. വാസ്തവം ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് കേട്ട് ലജ്ജ തോന്നിയിട്ടുണ്ട്. കാരണം ആത്മാവിലല്ല, ജഡത്തിൻ്റെ പ്രകടനം. ആരും ആത്മാവിനെതിരെ പറയരുത്. ഞാൻ അന്യാത്മാവിനെതിരെയാണ് ഞാൻ പറയുന്നത്. ദൈവാത്മാവിനെതിരെ ഒരിക്കലും പറയത്തില്ല. കാരണം പിന്നാലെ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ എന്താണ്, ആർക്കാണ് വിവേചിക്കാൻ കഴിവുള്ളത്, എങ്ങനെയാണ് വിവേചിക്കുക? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അപ്പോൾ ആർക്ക് മാത്രമേ ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ കഴിയുള്ളൂ? ആത്മീയന് മാത്രം. സന്ദർഭവശാൽ ആ ലേഖനത്തിൽ 2-3 പേരെക്കുറിച്ച് 2-3 അനുഭവങ്ങൾ 2-3 വ്യക്തികളെ പറയുന്ന ഒന്ന് സൂചിപ്പിച്ചുകൂടാ. 14-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 2:14, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ. ഒറ്റ വാക്കിൽ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്തവന് ആത്മീയമായത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വേറൊരു കൂട്ടരൊക്കെ അവിടെ തന്നെയുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. പ്രാകൃതൻ രക്ഷിക്കപ്പെടാത്തവൻ, മറ്റൊരുത്തൻ ജഡികൻ. അവൻ ആരാണ്? ആത്മീയ വളർച്ചയില്ലാത്തവൻ. അവിടെ പറയുന്നു, 2-ാം വാക്യത്തിൽ പറയുന്നു, ഭക്ഷണമല്ല പാൽ അത്രയും ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡികന്മാരല്ലോ. അപ്പോൾ ദൈവസഭകളിൽ ഇവർക്കായിരുന്നു പ്രാമുഖ്യം. അല്ലെങ്കിൽ അതിന് കാരണവും പോലീസ് പറയുന്നത് താഴെ. പിന്നെതാ മാത്രമല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജഡികനാണെങ്കിൽ അവനെ തിരിച്ചറിയാൻ എന്താ മാർഗം എന്ന് വ്യക്തമായി ഗലാത്യലേഖനത്തിൽ പറയുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ തെളിച്ച് പറയുന്നുണ്ട്, ഞാനാണെങ്കിലും ഇത് എന്നിലുണ്ടെങ്കിൽ ജഡികനാണ്. 55 വർഷത്തിൻ്റെ പരിചയം പറയുന്നില്ലേ, ആ ഞാനാണെങ്കിലും ഇത് ഈ പറയുന്ന ലക്ഷണം എന്നിലുണ്ടെങ്കിൽ എന്താണ്? 16-17 വാക്യങ്ങൾ. ഗലാത്യലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മുഖം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇനി 19-ാം വാക്യം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുകൂത്ത് മുതലായെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒന്നും നമുക്ക് വേണ്ട. ആഭിചാരമൊന്നും ചെയ്യത്തില്ലായിരിക്കും. മുഹൂർത്തം നോക്കുമോ, രാഹുകാലം നോക്കുമോ? ഞങ്ങൾ നോക്കിയിരുന്നോ പറയും. പക്ഷേ സുന്ദരമായിട്ട് നോക്കുന്ന വിശ്വാസികളെ എനിക്കറിയാം.
മാത്രമല്ല പക, പിണക്കം, ഗ്രൂപ്പിസം, ജാരശങ്ക, സംശയരോഗം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിശ്വാസികൾ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഗ്രൂപ്പിസം, ഭിന്നത, അസൂയ, ഇതൊക്കെ നമ്മെ വാഴുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആധിപത്യം നടത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ജഡികന്മാരാണ്, വിവേചന ശക്തി ഇല്ലാത്തവരാണ്, ക്രിസ്തുവിൽ ശിശുക്കളാണ്. വർഷങ്ങളുടെ പഴക്കം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇന്നും ശിശുക്കളാണ്. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞാണ് പിന്നെ ആത്മീയൻ വരുന്നത്. ആത്മീയൻ എന്ത് ചെയ്യുന്നു? അവൻ സകലത്തെയും വിജയിക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. 13-ാം വാക്യം, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. നാം ആത്മീയരെങ്കിൽ ആത്മീയമായത് അറിയും, ആത്മീയമായത് ഗ്രഹിക്കും. പത്യോപദേശം കേട്ടാൽ നമുക്ക് ഗ്രഹിക്കും, നാം അത് ഉൾക്കൊള്ളും, അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റും. ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ ജ്ഞാനവും ആത്മീയ ജ്ഞാനവും രണ്ടാണ്. 1-11 വ്യക്തമായി 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്ന ഞാൻ അതങ്ങ് വിടുകയാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. ആത്മീയനാണെങ്കിൽ അവൻ സകലത്തെയും വിവേചിക്കും. കാരണം അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. മാത്രമല്ല റോമാലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായി കാണാം, ആത്മാവിൻ്റെ ചിന്തയാണ്. അവൻ ആത്മാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, ആത്മാവിനെ കീഴ്പ്പെടുന്നു, ആത്മാവിൽ നിറയുന്നു, ആത്മാവിനെ ഉപദേശിക്കുന്നു, ആത്മാവിനെ വഴി നടത്തുന്നു. ദൈവാത്മാവിന് വിരുദ്ധമായത് ഒന്നിനോട് ഇടപെടത്തില്ല. അവനിൽ ദൈവസ്നേഹവും ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും കുടികൊള്ളും. മാത്രമല്ല അവൻ ദയുള്ളവനായിരിക്കും. അതായത് റോമാലേഖനം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്ന പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ കാണും. ഇന്ന് എല്ലാവർക്കും വരം വേണം, ഫലമില്ല. ദൈവത്തിന് വേണ്ടത് ഫലമാണ്, വരമല്ല. ആത്മഫലം നിറഞ്ഞവരായി. അപ്പോൾ ആത്മീയനാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവൻ്റെ പ്രിഫറൻസുകൾ, അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ആഗ്രഹം, അവൻ്റെ തിരഞ്ഞെടുപ്പ്, അവൻ്റെ ഭാവി എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. മാത്രമല്ല അവൻ ദൈവഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയും, അവൻ സകലത്തെയും വിവേചിക്കും. അകത്ത് ഒന്നിനും അവൻ കൂട്ടു നിൽക്കത്തില്ല. പാപത്തോട് എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും. എബ്രായ സഭ കാണിച്ച പോലെ വിട്ടുവീഴ്ച അവൻ കാണിക്കത്തില്ല. എല്ലാവരും എതിരായാലും അവൻ ദൈവോധനത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളും. കാരണം ദൈവോധനമാണ് അവന് പ്രധാനം. അപ്പോൾ നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്ന് പറയുമ്പോൾ വിവേചിപ്പാൻ കഴിവുള്ള ആത്മീകരായി മാറണമെന്നർത്ഥം. ആത്മാവിൽ നിറഞ്ഞ് പ്രകടനം നടത്തുകയല്ല, ജീവിതത്തിൽ ആത്മഫലമുള്ളവരായി, ആത്മസ്വഭാവമുള്ളവരായി, ആത്മശക്തിയുള്ളവരായി, ആത്മാവിൻ്റെ ഉപദേശം കേട്ട് ആത്മാവ് നടത്തുന്ന വഴികളിൽ ആത്മാവിനെ അനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അതാണ് നമുക്കും വേണ്ടത്. എങ്കിൽ ഒരിക്കലും അവർ നിരാശപ്പെടുത്തില്ല, അവർ തളരുകയില്ല. കാരണം അവരെ നടത്തുന്ന ദൈവാത്മാവാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് 32-ാം സംഗീതത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഭവവേദ്യമാകുന്ന പുതിയ നിയമ ഭാഷയിൽ അത് അനുഭവവേദ്യമാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ മുന്നോട്ട്. കാരണം അവനിൽ ആത്മസ്വഭാവം വെളിപ്പെടും, ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അകത്തിനൊന്നിനും അവൻ നിന്നുകൊടുക്കുകയില്ല. അവന് മനുഷ്യൻ്റെ പ്രതിയല്ല വലുത്, ദൈവത്തിൻ്റെ പ്രതിയാണ്. മനുഷ്യൻ്റെ ഇഷ്ടമല്ല വലുത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആത്മീയന് ഈ ലോകത്തിൽ ഒന്നും വിഷയമല്ല. ഒറ്റയ്ക്കാണെങ്കിലും അവൻ പാപത്തെ എറിയും. അവന് സ്ഥാനം പ്രശ്നമല്ല, അംഗീകാരം പ്രശ്നമല്ല, അവന് മനുഷ്യമാനം പ്രശ്നമല്ല, ലോകത്തിൽ ഒന്നും പ്രശ്നമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് വിരുദ്ധമായി ഒന്നും സംസാരിക്കാതെ
ദൈവാത്മാവിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ യേശു ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലനായി ഇടർച്ചയില്ലാത്തവനായി എനിക്ക് നിൽക്കണം എന്ന ആഗ്രഹവും നീതിഫലം നിറഞ്ഞ് മുന്നേറുന്ന അനുഭവം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഇതോ? നാം സകലത്തെയും വിവേചിപ്പാൻ പ്രാപ്തരോ? വിവേചനാശക്തി നമ്മിൽ ഉണ്ടോ? അത് നാം പ്രാപിക്കുന്നുവോ? അതിനുവേണ്ടി നാം ആഗ്രഹിക്കുന്നുവോ? നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് കാണിക്കുന്ന ഭക്തിയുടെ പ്രകടനങ്ങളെല്ലാം ജഡത്തിൻ്റെ കളിയാണെന്ന് ഒന്നുകൂടെ ഞാൻ തറപ്പിച്ച് പറയുന്നു. ഇത് കണ്ട് ആത്മീയൻ മാറി നിന്ന് ദുഃഖിക്കുക. ദൈവവും വാസ്തവത്തിൽ ദുഃഖിക്കുകയാണ്. കാരണം ദൈവ മഹത്വത്തെ ഇത്ര തരം താഴ്ത്തി നികൃഷ്ടമായ രീതിയിൽ പെരുമാറുന്ന അവസ്ഥ. എന്തുകൊണ്ട്? പുറമേയുള്ള ലോകം വിശ്വാസി എന്ന് പറയുന്നവനെ ദൈവദാസനെ പാട്ട കൊട്ടുന്ന പോലെ നിന്ദിക്കുന്നു. അപവാദി നിന്നെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക എന്ന തീത്തോസിനോട് പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ്. ഇന്നോ ലോകം നമ്മെ ഭയപ്പെടുന്ന സ്ഥാനത്ത് വിശുദ്ധന്മാരെ ലോകം ഭയപ്പെടും. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മീയമായത് ഗ്രഹിക്കുന്നവനെ മാത്രമല്ല. ലേഖനം 1-2 വായിച്ചാൽ ദൈവ ഹൃദയത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിലുണ്ടല്ലോ, ദൈവ ഹൃദയത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നത്. ആ ആത്മാവിനെ അനുസരിച്ച് ആത്മാവ് തരുന്ന വചനങ്ങളെ അതിനെ അനുസരിച്ച് ആത്മാവിൽ നാം ജീവിക്കുമ്പോൾ ചിത്രം മാറി. ലോകം ഭയപ്പെടും, ലോകം തേടി വരും. ഇന്ന് ചെപ്പടി വിദ്യയും കാണിച്ച് പാട്ട് കൂട്ടി ആത്മാക്കളെ വഞ്ചിക്കുന്ന പരിപാടി അല്ലേ ഇന്ന് സർവത്ര കാണുന്നത്. തന്നെ തന്നെ ഉയർത്തുവാൻ, തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ എന്തെല്ലാം പാടുപെടുന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസ്ഥൽ വീണ് മാനസാന്തരപ്പെടാം. വിവേചിക്കാൻ, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായി. മറ്റു വാക്കിൽ പറഞ്ഞാൽ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറഞ്ഞ പോലെ ഫിലിപ്പിയരോട് അങ്ങനെ പറഞ്ഞെങ്കിൽ കൊരിന്ത്യരോട് പറഞ്ഞു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആരാലും. കാരണം അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കല്ലേ. ദൈവത്തിൻ്റെ ആത്മാവല്ലേ അവനെ നടത്തുന്നേ. എങ്ങനെ ഒരു തെറ്റിലും അകപ്പെടാതെ, ഒന്നിലും വീഴാതെ ദൈവാത്മാവിൽ അവൻ മുന്നോട്ട് പോകും. നമുക്കും വേണ്ടത് ഇതാണ്, ഈ അനുഭവം ഭാവിപ്പാൻ. ദൈവസ്ഥൽ നമുക്ക് താഴാം, നമുക്ക് പ്രാർത്ഥിക്കാം, മനസാന്തരപ്പെടാം, യഥാസ്ഥാനപ്പെടാം, ദൈവാത്മാവിനെ അനുസരിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിന് കീഴ്പ്പെടാം, ദൈവത്തിന് നടത്തുന്ന പാതയിൽ മുന്നോട്ട് പോകാം. എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ലോകം നമ്മെ അറിയും, ലോകം നമ്മെ ഭയപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകണമെന്ന് പൗലോസ് ഫിലിപ്പിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രസക്തമാണ് നാഥ. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞ് തികഞ്ഞ ആത്മീയരായി, ആത്മീയൻ്റെ വേഷമല്ല, ആത്മീയ അനുഭവമുള്ളവരായി, ആത്മാവിനെ അനുസരിച്ച് സകലത്തെയും വിവേചിച്ച് ആകാത്ത വിട്ടകന്ന് കർത്താവെ ഞങ്ങളുടെ വിശുദ്ധരായി അങ്ങോട്ട് ചേർന്നിരിപ്പാൻ എല്ലാവരെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് ദൈവത്തിനെ ആത്മാവ് ഇടപെടണമേ. എന്നാഥ ഞങ്ങളുടെ ആത്മീയരായി സകലത്തെയും വിവേചിക്കപ്പെടാതെ മാതൃക കാണിച്ച് ജീവിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിച്ചാട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.